നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസരണം നടന്ന ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ മലയാള സിനിമയിലെ അവസാനകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊന്നായ ആനപ്പാച്ചൻ എന്ന ചിത്രത്തിൽ നിത്യഹരിത നായകൻ പ്രേംനസീറിനോടൊപ്പവും അനുസരണം നടന്ന ജയനോടൊപ്പവും തുല്യവേഷത്തിൽ അഭിനയിച്ച വ്യക്തിയാണ് കൈനഗിരി തങ്കരാജ് സാർ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ജയൻ അഭിനയിച്ച നാടകത്തിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും അതുപോലെ ആ നാടകം സംവിധാനം ചെയ്ത വ്യക്തിയാണ്. മലയാള നാടകവേദികളിലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് KPC അടക്കമുള്ള നാടക സമിതികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും നിരവധി പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കൈനഗിരി തങ്കരാജ് സാർ. ഇന്ന് അദ്ദേഹമാണ് ജയൻ സ്മരണയിൽ അന്നത്തെ നമ്മളാരും അറിയാത്ത ആ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് സ്വാഗതം. നമസ്കാരം. ഞാൻ കൈനഗിരി തങ്കരാജ്. ജയൻ സാറിനെ കുറിച്ചുള്ള സ്മരണയിൽ അദ്ദേഹവുമായുള്ള ബന്ധം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർഭം. ജയനെ പരിചയപ്പെടുന്നത് 79-ലാണ്. 79-ൽ ഉദയായുടെ അച്ചാരോമണി ഓശാരോമന എന്നൊരു പടത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഞാൻ ചെന്നു. അന്ന് വളരെ യാദൃച്ഛികമായി ഒരു പുതുമുഖ നായക നടനെ പരിചയപ്പെട്ടു. ആ പരിചയം വലിയ സുഹൃബന്ധമായി മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സംഭാവന എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അച്ചാരോമണി ഓശാരോ ഓമന എന്ന ചിത്രം സംവിധാനം ചെയ്തത് അടൂർ ഭാസിയാണ്. ആ ചിത്രത്തിൽ ജയൻ നായക വേഷത്തിലേക്ക് വരികയാണ്. ഷീലയുടെ ഡബിൾ വേഷത്തിൽ ഒരു വേഷത്തിൻ്റെ നായകനാകുകയാണ്. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് നായക പദവിയിലേക്ക് ആ പടം തുടങ്ങി വെച്ചു എന്നുള്ളതാണ് മലയാള സിനിമാ വേദിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ഒരു ആക്കം. അച്ചാരോമണി ഓശാരോമന എന്ന ചിത്രത്തിൽ ജയനോടൊപ്പം ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ പോലും ആ പടത്തിൽ ത്രൂ ഔട്ട് ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും രണ്ട് മേഖലകൾ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു പടത്തിൽ. അദ്ദേഹം ഒരു മുതലാളിയുടെ മകനും ഞാനൊരു പോലീസുകാരനുമായിട്ടായിരുന്നു. പരസ്പരം ഞങ്ങൾക്ക് ഒന്നിച്ച് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും അഭിനയത്തിൻ്റെ ആ മുഹൂർത്തങ്ങൾ കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം എൻ്റെ അടുത്തോ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോ ആയിരുന്നു. കാരണം ഞാൻ സിനിമാ നാടകത്തിലേക്കൊക്കെ സിനിമയിൽ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹം എന്നിൽ മുൻപ് 1-2 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉള്ള സന്ദർഭമായിട്ടാണ് ഞാനതിനെ വിലയിരുത്തിയത്. അങ്ങനെ ഞങ്ങളുടെ ബന്ധം ശക്തി ആർജിച്ചു. രണ്ടാമത്തെ പടം ആനപ്പാച്ചനാണ്. ആനപ്പാച്ചൻ പടമായപ്പോൾ ഞാൻ കുറേ കൂടെ സജീവമായി, കുറച്ചുകൂടെ ഉണർവ് ഉന്മേഷവും എനിക്കുണ്ടായി. അങ്ങനെ ഒരു കള്ളുഷാപ്പിൻ്റെ സീനുണ്ടായിരുന്നു. ആ കള്ളുഷാപ്പ് സീനിലെ ജയനും ഞാനുമായി കള്ളു കുടിച്ച് പാട്ടും പാടി ആനപ്പുറത്ത് കയറി പോകുന്നതായിട്ടാണ് ആ സീൻ. അപ്പോൾ എനിക്ക് നാടകത്തിൽ അഭിനയിച്ചു പരിചയമുള്ളതുകൊണ്ടും
ഈ കള്ളുകൂടി ഇത്തിരി പ്രായമായ ഒരാൾ കള്ളുകുടിച്ച് നടന്നാലുണ്ടാകാവുന്ന അനുഭവങ്ങൾ ഈ നാട്ടുകാരിൽ നിന്നും മറ്റു പരിചയക്കാരിൽ നിന്നും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും എനിക്ക് വളരെ ഈസിയായിട്ട് ആ സീൻ അഭിനയിക്കാൻ കഴിയും. അപ്പോൾ ജയൻ പറഞ്ഞു, ചേട്ടാ ഒതുക്കി അഭിനയിക്കാൻ ഞങ്ങൾ അത്ര സ്വാതന്ത്ര്യമുണ്ട്, ഒതുക്കി അഭിനയിക്കണം, എനിക്ക് ചേട്ടനൊപ്പം വരാൻ കഴിയുന്നില്ല, ഒതുക്കി അഭിനയിക്കണമെന്ന് പറഞ്ഞു. അന്ന് അറിയില്ല ഒതുക്കി അഭിനയിക്കുന്നത് എങ്ങനെയാണ്, ഒതുക്കാതെ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് അഭിനയിക്കാനൊരു സീൻ കിട്ടിയാൽ അഭിനയിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ദിവസം കൊണ്ട് ആ സീൻ എടുത്ത്, ഒരു പാട്ടെടുക്കുന്ന 2-3 ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു. ദിവസം കൊണ്ട് ഞങ്ങൾ ആ പാട്ട് മുഴുവിപ്പിച്ചു. ജയനും ഞാനും ആനക്കാരനും ആനയും മാത്രം. അപ്പം അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരനുഭവമാണ്. ആ കാലഘട്ടത്തിലെല്ലാം ജനങ്ങളെല്ലാം ആ പാട്ടും മൂളിയാണ് നടന്നത്. പ്രായമായ ആളുകൾ ആ പാട്ടും മൂളി നടക്കുമായിരുന്നു. സ്വർഗമെന്നാൽ എന്താണളിയ, അവിടെ കള്ളുണ്ട്, കരിമീനുണ്ട് എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ട് ഇന്നും ഓർമ്മയിൽ വരുന്നുണ്ട്. വലിയ വലിയ ആളുകൾ, കുടിയന്മാരായ ആളുകൾ ഷാപ്പിൽ നിന്ന് കുടിച്ചിട്ട് ഈ പാട്ടും പാടി ഇറങ്ങുന്നത്. അപ്പോൾ അത് ഒരു ആത്മസുഖം തരുന്ന ഒന്നായിരുന്നു. അഭിനയ ജീവിതത്തിൽ, എൻ്റെ അഭിനയ ജീവിതത്തിൽ, ജയൻ്റെ അഭിനയ ജീവിതത്തിൽ ആത്മസുഖം തരുന്ന ഒന്നായിരുന്നു ആ പാട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഒരു മനുഷ്യൻ അല്ല, ജയനും ഞാനും കൂടെ അഭിനയിച്ചു. പിന്നെ ഒരു രാഗം പലതാളം, ജയനും ഞാനും കൂടെ അഭിനയിച്ച ലാസ്റ്റ് പടം ഒരു രാഗം പലതാളം. കൃഷ്ണൻ നായർ സാറാണ് അതിൻ്റെ സംവിധായകൻ. ആ ഒരു രാഗം പലതാളത്തിൽ മധുസാറ് ജയനും ചേട്ടനുമായിട്ട് ഒരേ പവറുള്ള, ഒരേ ശക്തിയുള്ള വേഷങ്ങളാണ് രണ്ടുപേരും ചെയ്തത്. ഒരു നായിക, 2 നായകന്മാർ. 2 നായകന്മാരിൽ ഒരു നായകൻ ജയനായിരുന്നു. അപ്പം അത്രത്തോളം ശക്തമായ വേഷങ്ങളിലേക്ക് ജയൻ എത്തിക്കഴിഞ്ഞു. കള്ളുഷാപ്പ്. ജയനും ഞാനും കൂടെ കള്ളുഷാപ്പിൽ കള്ളു കുടിക്കാൻ കയറി. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ മകളോട്, ഷീലയാണ് മകളായിട്ട് അഭിനയിക്കുന്നത്, മകളോട് പറയും, ഞാൻ അച്ഛൻ ഇനി കുടിക്കത്തില്ല, മേലാൽ കുടിക്കത്തില്ല, സത്യം നിന്നാണ് സത്യം എന്ന് പറയും. പക്ഷേ ഷാപ്പിൻ്റെ മുന്നിലൂടെ പോരുമ്പം ഷാപ്പെന്ന ബോർഡ് കാണുമ്പോൾ അറിയാതെ നിന്നു പോകും. അപ്പോൾ ജയൻ്റെ പ്രേരണ മൂലം അകത്ത് കയറി കുടിക്കാൻ തുടങ്ങും. അപ്പം അന്ന് രസകരമായൊരു സംഭവം ഉണ്ടായി, കുടിയോട് ബന്ധപ്പെട്ട് തന്നെ. എനിക്കും ജയനും ഓരോ കുപ്പി കള്ളുകൊണ്ട് വെച്ചതിന് ശേഷം സപ്ലയർ കള്ളെടുക്കാനകത്ത് പോകുമ്പോൾ ഞങ്ങൾ കള്ള് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്നതാണ് ഷോട്ട്. പക്ഷെ കള്ള് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന സമയത്ത് ഞാൻ ഷോർട്ടാണെന്നുള്ള കാര്യം മറന്നിട്ട് അത് താഴെ വെച്ചു. അപ്പോൾ വിൻസൻ സാറ് വന്ന് പിണങ്ങി, ഈ നാടകക്കാരെയൊക്കെ വെച്ച് ഈ സിനിമ എടുത്താൽ അവർക്ക് വെളിവിൻ്റെ വിലയറിയില്ല, ഇവരെയൊക്കെ ആര് വിളിച്ചുകൊണ്ട് വന്നൊക്കെ ഒരുപാട് മോശമായ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതോടുകൂടി എന്നെ പടത്തിൽ നിന്ന് ഒഴിവാക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് കുടിക്കാൻ നോക്കിയില്ല, ഇത് കുടിച്ചാൽ ആൾ ചത്തുപോകും. അപ്പോൾ പുള്ളി ശാന്തനായിട്ട് വന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സിങ്ക് വൈറ്റ് കലക്കിയതാണ്. കുപ്പികൾ കല്ലിൻ്റെ നിറത്തിൽ സിങ്ക് വൈറ്റ് കലക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കുടിച്ചിട്ട് അഭിനയിക്കുന്ന ഫീലിങ് ശരിക്കും ഓഡിയൻസിന് കിട്ടും. ജയൻ സാറ് അഭിനയിച്ചപ്പോൾ ഒരു കുടിയൻ്റെ ഫീലിംഗ് വന്നില്ല. വരാതിരുന്നതിന് കാരണം അദ്ദേഹം കുടിച്ച് പരിചയമില്ല, മദ്യപിച്ച് പരിചയമില്ലാത്ത ആൾ മദ്യപിച്ചിട്ട് അബോധാവസ്ഥയിൽ മദ്യപിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ചേട്ടൻ ഇത്തിരി ഒതുക്കി അഭിനയിക്കണം, എനിക്ക് ചേട്ടനൊപ്പം എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു അനുഭവമാണ്. വലിയ പ്രശസ്തനായ ഒരു നടൻ, പ്രഗത്ഭനായ നടൻ ആ നിലയിൽ ചിന്തിക്കുകയും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ തോന്നിക്കാവുന്ന എന്നോട് ആ നിലയിൽ പറയുകയും ചെയ്തു.
അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നി. ഞാൻ ആ കാലഘട്ടത്തിൽ ജയനോട് പറഞ്ഞു, ജയൻ എന്നെ ചേട്ടാന്ന് വിളിക്കരുത്, ജയനേക്കാളൊക്കെ ഒരുപാട് ഇളയതാണ് ഞാൻ, ചേട്ടാ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നായകനാണ്, ചേട്ടൻ ക്യാരക്ടറാണ്, മാത്രമല്ല നാടകത്തിലെ എൻ്റെ സംവിധായകനാണ്, ഗുരുവാണ്. അപ്പോൾ ആ നിലയിൽ എനിക്ക് ചേട്ടാന്ന് വിളിക്കാൻ ഒക്കുള്ളൂ, ചേട്ടൻ എൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുറ്റബോധത്തോടെയെങ്കിലും ഇപ്പോഴും ആരോടെങ്കിലും പറയുമ്പോൾ ആ ഓർമ്മ വരും, ജയൻ എന്നേ വരികയുള്ളൂ അറിയാതെയാണെങ്കിലും. ഞാൻ മദ്രാസിൽ കുറേ കാലം ഉണ്ടായിരുന്നു, 2 വർഷം മദ്രാസിലുണ്ടായിരുന്നു. മദ്രാസിൽ ഉണ്ടായിരുന്ന സമയത്തിൽ അധികവും ഷൂട്ടിങ് ഇല്ലാത്തപ്പം അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ പാൻഗുരു എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെയായിരുന്നു ഞാൻ അധിക സമയം. പുള്ളിയുടെ കൂടെ കൂടുതൽ അധിക സമയം ചിലവഴിച്ച നടന്മാരിൽ ഞാനാണ് കൂടുതൽ സമയം ചിലവഴിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ റൂമിൽ പോവുകയുള്ളായിരുന്നു. അല്ലാത്ത സമയത്തെല്ലാം അദ്ദേഹത്തോടൊപ്പം ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. ജയൻ സിനിമയിൽ വന്ന് നല്ല അഭിപ്രായത്തിൽ നിൽക്കുന്ന സമയത്ത്, നായകൻ നിലയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു നാടകത്തിൽ അഭിനയിച്ചു. അത് വളരെയധികം പ്രേക്ഷകർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ സാരംഗവാണിയുടെ ആലപ്പുഴ മലയാള കലാഭവൻ ശ്രീ സാരംഗവാണിയുടെ മത്സരം എന്ന നാടകത്തിൽ ശ്രീമൂലധരം മോഹനാണ് നാടകം എഴുതിയത്. GK പിള്ള, ആലമ്മൂടൻ, ജയൻ, ലളിത തുടങ്ങിയവർ അഭിനയിക്കുന്നു. ആ നാടകത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ജയനെ വിളിച്ചത്. അന്ന് ജയൻ വളരെ സന്തോഷത്തോടുകൂടി വന്ന് ആ നാടകം അഭിനയിക്കുകയായിരുന്നു. ഒരു DSPയുടെ വേഷം. 10ഓളം സ്റ്റേജുകളിൽ ജയൻ അഭിനയിച്ചു. അന്ന് വ്യക്തിപരമായി പറഞ്ഞാൽ ആ സ്ഥലങ്ങളിലെല്ലാം അഭിനയിക്കാൻ പോകുന്നത് ജയൻ്റെ ഫിയറ്റ് കാറിലായിരുന്നു ഞാനും ജയനും. ജയൻ വണ്ടി ഓടിക്കും, ഞാനിരുന്ന് ഉറങ്ങും. ജയൻ്റെ ഫിയറ്റ് കാറ്, അതിൽ നാടക സ്ഥലത്ത് കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായതൊക്കെ ഒരു കാരണമായി, ആ നാടകം ഒരു കാരണമായി. അങ്ങനെ മലയാള കലാഭവൻ്റെ മത്സരം നാടകത്തിലെ ജയൻ്റെ വേഷം ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം അദ്ദേഹത്തിൻ്റെ പ്രായം അതാണ്, ഒരു DSPയുടെ വേഷമാണ്, ജലജ നായികയാണ്. അദ്ദേഹത്തിൻ്റെ വേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ നാടകങ്ങൾ അതിൻ്റെ പേരിൽ ബുക്ക് ചെയ്യുകയും ചെയ്തു. ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയൻ ഇല്ലാത്ത അവസ്ഥ വന്നു. ജയൻ അഭിനയിക്കാൻ പറ്റാത്ത, സമയമില്ലാത്ത അവസ്ഥ വന്നു. പിന്നെ വീണ്ടും GK പിള്ള അഭിനയിച്ചു. അങ്ങനെയും ഒരു കാലഘട്ടം ജയനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ജയൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ KPSCയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി എത്തി. KPSCയിൽ സജീവമായ എല്ലാ ദിവസവും 2 നാടകം 1 നാടകം വീതമുള്ള ഒരു ഘട്ടത്തിലാണ് KPSCയിൽ എത്തുന്നത്. ആ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്, ജയൻ മരിക്കുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാനോ ഡെഡ് ബോഡി പോലും ഒന്നും കാണാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരുന്നു അത്, നാടകത്തിലൊക്കെ മൂലം. അത്തരം ഒരു ദുഃഖം ഇപ്പോഴും മനസ്സിലുണ്ട്. പലരും ജയൻ മരിച്ചതിന് ശേഷം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്, ജയൻ്റെ പേര് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയാമായിരുന്നു, ജയൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, ജയൻ മനസ്സിലുണ്ട്. മനസ്സിൽ നിന്ന് എന്ന് മാറുന്നോ അന്ന് നിങ്ങൾക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്ന് തരാം, ജയനെക്കുറിച്ച് പറയാം, അതിനിപ്പുറം അതുണ്ടാവില്ല എന്ന് പറയും. വർഷങ്ങൾക്ക് മുൻപ് ജയനെ നാടകം പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നത് ചെറിയ കാര്യമില്ല. ഒരുപാട് പേരെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഞാനെങ്കിലും ജയനെ പോലെ ഒരു നടനെ വളരെ പെട്ടെന്ന് വന്ന് വളരെ വേഗം പോർഷൻ പഠിച്ചെടുത്തു, വളരെ വേഗം മറ്റ് അഭിനയിച്ചുകൊണ്ടിരുന്ന ആളിനൊപ്പം അഭിനയിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും കഴിവും. ആ കഴിവിന് അന്നും ഇന്നും ബഹുമാനത്തോടു കൂടി മാത്രം ഓർക്കുന്ന ആളാണ് ഞാൻ. ആലപ്പാച്ചൻ എന്ന പടത്തിലെ ജയനും ഞാനും കൂടെ ഒരുപാട് സീൻസുണ്ട്. ഈ ഒരുപാട് സീൻസ് എന്ന് പറയുമ്പം ജയൻ വില്ലനായും നസീർ സാർ നായകനായുമാണ് ആനപ്പാച്ചനിൽ.
നസീർ സാറ് എൻ്റെ മകളുടെ ഭർത്താവാണ്. അതായത് ഷീലാമ്മയുടെ ഭർത്താവായിട്ടാണ് നസീർ സാറ്. ജയൻ നസീറിനെ വെട്ടിയിട്ട് ഷീലയെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ജയൻ. അപ്പോൾ ആ കാരണത്താൽ തന്നെ ജയനും ഞാനും കൂടെ ഒരുപാട് മത്സരം, ഒരുപാട് വഴക്ക്, ഒരുപാട് തമ്മിത്തല്ലുകൾ നടക്കുന്നുണ്ട് മകളുടെ പേരിൽ. അപ്പോൾ ജയനും ഞാനും കൂടെ അതിൻ്റെ തുടക്കമാണ് കള്ളുകൂടിയും കള്ളുഷാപ്പും പാട്ടും ഒക്കെ. അതിനോട് ബന്ധപ്പെട്ട് ജയൻ നസീർ സാറിനെ കൊല്ലുക എന്ന ഒരു പ്രക്രിയയിലേക്ക് വരുന്നതായിട്ടാണ് പടത്തിൽ കാണുന്നത്. ആനപ്പാത്തിന് ശേഷമാണ് ജയൻ യഥാർത്ഥത്തിൽ നായക വേഷത്തിലേക്ക് വരുന്നത്. ആനപ്പാച്ചൻ പടത്തിൽ അഭിനയിച്ച ഒരാളും പറയില്ല ജയൻ നായകനാവുന്നു. അത്ര ക്രൂരമായ ഒരു വേഷമായിരുന്നു ജയൻ്റേത് ആനപ്പാച്ചിലെ വേഷം. ആ മനുഷ്യൻ വളരെ പെട്ടെന്ന് അടുത്ത പടത്തിൽ നായകനാവുകയാണ്. അത് അസാമാന്യമായ കഴിവാണ്. പിന്നെ ഈ മിമിക്രിക്കാരും മറ്റുള്ളവരും അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് കൂടിയ രീതിയിലാണ്. അത്തരത്തിലുള്ളതൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു. ആ നിലയിൽ ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം പൗരുഷത്വമുള്ള ഏറ്റവും വലിയ പൗരുഷത്തിൻ്റെ ആളായിരുന്നു. ഏറ്റവും വലിയ തൻ്റെടിയായ മനുഷ്യനായിരുന്നു. ഏറ്റവും വലിയ ആരോഗ്യവാനായ മനുഷ്യനായിരുന്നു. ഏറ്റവും വലിയ ശബ്ദത്തിനുടമയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു വില്ലൻ, ഒരു കോമഡി വില്ലനായിട്ടാണ് മിമിക്രിക്കാർ പലരും അവതരിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരു നടനായിരുന്നു. ആ വ്യത്യസ്തത, ആ ശബ്ദത്തിൻ്റെ വ്യത്യസ്തത, ആരോഗ്യത്തിൻ്റെ വ്യത്യസ്തത, ശാരീരികമായ വ്യത്യസ്തത, ഇതൊക്കെ ജയൻ്റെ ഒരാളിൽ നിന്ന് വ്യത്യസ്തമായ പുലർത്തുന്ന ഒന്നായിരുന്നു എന്ന് വേണം കരുതാൻ. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ കാലം ഈ ഫീൽഡിൽ നിൽക്കാൻ അനുവദിക്കാതിരുന്നത്. അദ്ദേഹം കൂടുതൽ സമയം നിന്നിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഇമേജിന് ഒരു പക്ഷേ കിട്ടിയില്ലെന്ന് വന്നേക്കാം. എന്തായാലും ജയൻ ഉണ്ടായിരുന്ന കാലത്ത്, ജയൻ അഭിനയിച്ച കാലത്ത് ജയനപ്പുറം ഒരു നടനില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ ജയനൊപ്പം അഭിനയിച്ച ജയൻ്റെ കാറ്റഗറി ഉണ്ടായിരുന്ന 4 നടന്മാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സുകുമാരൻ, സോമൻ, അങ്ങനെ പലരും. പക്ഷേ അവർക്കാർക്കും മരണാനന്തരം ജയന് കിട്ടിയതുപോലെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് കോമഡിയിലാണെങ്കിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രസകരമായ അനുഭവം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ജയനെക്കുറിച്ച് പറയാനില്ല. കള്ളുഷാപ്പിൽ നിന്ന് ജയനും ഞാനും കൂടെ കള്ളും കുടിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അതിൽ സ്വർഗമെന്നാൽ എന്താണല്ലയ, എന്താണ് അവിടെ? മീനുണ്ട്, കപ്പയുണ്ട്, കരിമീനുണ്ട്. ഇത് പാടുന്നത് ഞാനാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൻ്റെ അവസാനമാണ്. ലാസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അതുകൊണ്ട് വേണ്ടത്ര ഫിഗർ ഒന്നും ക്ലിയറായിട്ടില്ല. മാത്രമല്ല എൻ്റെ ആദ്യത്തെ പടം എന്ന നിലയിൽ എല്ലാ ജനങ്ങൾ അറിയത്തുമില്ലല്ലോ. പിന്നെ ജയനെ കൂടുതൽ ജയനെയും പ്രേംജിയെ അറിയും. ഞാൻ അറിയപ്പെടുന്ന ആളുമല്ല. അങ്ങനെ കുടിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന നല്ല സീനാണ്. ഒന്ന് ആനപ്പാച്ചൻ എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ മദ്രാസിൽ പോയി. മദ്രാസിൽ 1 വർഷത്തോളം താമസിച്ചു. അതിനിടയിലെ 6-7 പടങ്ങൾ അഭിനയിച്ചു. അതൊന്നും ഈ ആനപ്പാച്ചൻ പോലെ പ്രാധാന്യമുള്ളതായിരുന്നില്ല. എങ്കിലും ഗ്യാപ്പ് വന്നില്ല. പടത്തിൽ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. ഇതാ ഒരു മനുഷ്യൻ, പിച്ചിപ്പൂ, ഒരു രാഗം പരതാളം, അങ്ങനെ കുറേ പടങ്ങൾ. അതിനുശേഷം
KPSC എന്നെ നിർബന്ധിച്ച് വിളിച്ചു. KPSC നാടകത്തിൽ അഭിനയിക്കണം. KPSC അഭിനയിക്കുക എന്നത് എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. പഴയ ഒരു ആഗ്രഹങ്ങൾ പെടുന്നതായിരുന്നു. നാടക നടൻ എന്ന നിലയിൽ നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്ന വലിയ KPSC നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്ന വലിയ മോഹമായിരുന്നു. അങ്ങനെ 1982 ഞാൻ KPSCയിലേക്ക് വരികയാണ്. KPSCയിൽ വന്നു കഴിഞ്ഞിട്ട് ഡെയിലി 2 നാടകം വീതമാണ്. സിനിമയെക്കുറിച്ചോ മറ്റ് കലകളെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ തന്നെ ഓർക്കാൻ പറ്റാത്ത ഒരു തിരക്കിലേപ്പോയി. ഡെയിലി 2 നാടകം വീതം കളിക്കുക. അങ്ങനെ 7 വർഷം അങ്ങനെ KPSCയിൽ ജീവിതം ഒതുങ്ങി. അവിടെ നിന്ന് ഇറങ്ങി വല്ലപ്പോഴും ഗ്യാപ്പ് നോക്കി ചില പടങ്ങളിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരുന്നെങ്കിൽ പോലും നാടകമായിരുന്നു മെയിൻ. നാടകം ഒഴിവാക്കിയത് 2010 2010 നാടകം ഒഴിവാക്കാൻ കാരണം നാടകത്തിന് മുൻപുണ്ടായിരുന്ന അത്തരം പ്രചാരമില്ല. നാടക പ്രേക്ഷകൻ വളരെ കുറഞ്ഞു. നാടകം ഒരുതരം വ്യവസായമായി. അക്കാരണത്താൽ നാടകത്തിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. പിന്നീട് കുറച്ച് സിനിമകൾ അഭിനയിച്ചു. അതിൽ ലാസ്റ്റ് അവസാനം അഭിനയിച്ച പടമെന്ന് പറയാൻ മോഹൻലാലിൻ്റെ ലൂസിഫർ വേഷം. മോഹൻലാലിൻ്റെ ഒരു ഗുരുവായിട്ട് വരും, രാഷ്ട്രീയ ഗുരുനാഥൻ. ജയിലിൽ കിടന്ന് പാട്ടുപാടി മരിക്കുന്ന ഒരു കഥാപാത്രമാണ്. നന്നായിട്ട് ചെയ്യാനത്ത് നല്ല അഭിപ്രായമായിരുന്നു. അതിനു മുൻപ് ചെയ്തത് ഈ മായവ്, ജോസ് പല്ലിശ്ശേരിയുടെ മകൻ സംവിധാനം ചെയ്ത ഒരു പടം ഈ മായവ്. ഈ മായവിലെ 1-ാം പേരുകാരൻ ഞാനായിരുന്നു. എൻ്റെ പേരായിരുന്ന ടൈറ്റിൽ 1-ാമത്. ഏറ്റവും വലിയ പോസ്റ്റർ ഇറക്കിയത് എൻ്റെ പടമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന 20 അടി പോസ്റ്റർ. ആ പടത്തിലെ സെൻട്രൽ ക്യാരക്ടർ. പിന്നെ കുറേ പടങ്ങൾ ചെയ്തു. എല്ലാം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ഇപ്പം അതൊക്കെ ഓർമ്മകൾ മാത്രമായി, വല്ലപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഓർമ്മകൾ മാത്രമായി തിരഞ്ഞെടുക്കുന്നു. ഈ ഘട്ടത്തിൽ ജയനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഇന്നുള്ള പല നായക നടന്മാരെ അപേക്ഷിച്ച് ജയൻ്റെ ഒരു പെരുമാറ്റവും ജയൻ്റെ ഒരു എന്താ പറയുക സിനിമയോടുള്ള സമീപനവും രണ്ടിലാണ്. ജയൻ്റെ മരണം പോലും അദ്ദേഹത്തെ ഈ സിനിമയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. ഒരു പ്രാവശ്യം എടുത്തു, പിന്നെ ഒന്നുകൂടി എടുത്താലേ നന്നാവൂ എന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് അദ്ദേഹം മരിക്കേണ്ടി വന്നത്. മറിച്ച് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കുക, ഞാനിടയ്ക്കുള്ള കാര്യമാണ് പറയുന്നത്, എങ്ങനെയെങ്കിലും ഷോട്ട് എടുക്കുക എന്നതിൽ കവിഞ്ഞ് ഷോട്ട് രണ്ടാമത് എടുക്കണോ നന്നാകണോ എന്ന് ചിന്തയൊന്നുമില്ല. പക്ഷേ ജയൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഓർമ്മകളിൽ നിൽക്കുമ്പോൾ ആ ഓർമ്മകൾ പഴയൊരു നല്ല സുഹൃത്ത് എൻ്റെ ഓർമ്മകൾ എന്നെ ഈ ചലച്ചിത്ര ലോകത്ത് നിർത്താൻ സഹായിച്ചു എന്നുള്ളതാണ് ഏറെ സത്യം. അപ്പോൾ ജയൻ്റെ സ്മരണകൾ ഈ അല്പനിമിഷമെങ്കിലും ഒന്ന് അയവിറക്കാൻ അവസരമുണ്ടാക്കിത്തന്ന ഇതിൻ്റെ പ്രവർത്തകരോട് നന്ദി അറിയിക്കുകയാണ്. ജയനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും അനുസ്യൂതം തുടരുന്നു.